ജനറേഷൻ്റേതാകുന്ന പുതിയ കാലത്തിൻ്റേതാകുന്ന മാറ്റങ്ങൾ ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇപ്പോഴും സ്പേസ് ഇല്ല. നമ്മൾ 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടിയോട് വീണ്ടും പറയുന്ന എൻ്റെ ജനറേഷൻ പോയി, നിങ്ങളുടെ ജനറേഷൻ ഭയങ്കര മോശമാണെന്നാണ്. ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന എല്ലാ കാലത്തും ഉണ്ടാവുന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മളെപ്പോഴും അത് കേട്ടിട്ടുണ്ട്. ഈ ഗ്യാപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? വലിയൊരു പൂളിനകത്തേക്കാണ് എൻ്റെ ജനറേഷൻ പോയിട്ടുള്ളത്. ആ സോങ്ങിൻ്റെ ലിറിക്സ് ഉണ്ട്, ആ ലിറിക്സിൽ ഇതിനെ ഭയങ്കരമായിട്ട് എൻഡോസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ലൈക്ക് അവർ ശരീരത്തിൽ ഇങ്ങനെ മുറിവുകൾ ഉണ്ടാക്കും ആൻഡ് അതിൻ്റെ മുകളിൽ അവർ കുറച്ച് ഡിസൈൻസ് ഒക്കെ വരക്കും. ഇതൊരു സോഷ്യൽ പ്രോബ്ലമാണ്, ഈ ജനറേഷൻ്റെ പ്രോബ്ലമാണ്. ഇത് നമുക്ക് അരമണിക്കൂറിൻ്റെ ചർച്ചയിലോ 1 മണിക്കൂറിൻ്റെ ചർച്ചയിലോ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ഇട്ട് തീരുന്ന പ്രശ്നമല്ല. അപ്പോൾ ഓരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഓല് ജീവിക്കുന്നത് വേറെ യൂണിവേഴ്സിലാണ്. അപ്പം അത് ഭയങ്കര സ്പീഡായിരുന്നു ആ മാറ്റം എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ സ്പേസിന് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? 8ാം ക്ലാസ് മുതൽ കുട്ടിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ജീവിതത്തിലെ സ്വപ്നം എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടുക എന്നുള്ളതാണ്. ടീച്ചേഴ്സ് കൗൺസിലർമാരാകുക എന്നുള്ളതാണ്. സൈക്കോളജി ഒരു വേറെ ഡൊമൈനാണ്. സൗകര്യങ്ങൾ ഇല്ലാതാകുന്ന സമയത്ത് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന എന്താണ്? മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോണിലേക്ക് ഡിപ്പെൻഡ് ആവും. പലപ്പോഴും സൂയിസൈഡിൻ്റെ കാരണങ്ങൾ അല്ലെങ്കിൽ സൂയിസൈഡുകൾ നമ്മൾ കേൾക്കാനുള്ള ഒരു സമയമാണ് 10ാം ക്ലാസ്സിൻ്റെയും +2ൻ്റെയും റിസൾട്ട് വരുന്ന സമയത്ത്. 10ാം ക്ലാസ്സിലും +2ലും അല്ലെങ്കിൽ ഡിഗ്രിയിലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടി എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ജോലി തരാൻ പോകുന്ന ഒരു ലോകമല്ല നിങ്ങളുടെ മുമ്പിലുള്ളത്. ഹായ്, നമസ്കാരം. ആർജെ തൻവീറാണ് ഫ്രം 360 റേഡിയോ. ഇന്ന് എന്നോടൊപ്പം നമ്മുടെ സ്റ്റുഡിയോയിൽ ഒരു അടിപൊളി ഗസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. കുറച്ച് കാലമായിട്ട് കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ ഇദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. അസീൽ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. നിങ്ങൾ ഒരുപക്ഷെ ഇദ്ദേഹത്തെ അറിയുന്നുണ്ടാവും, ചിലപ്പോൾ അറിയാത്ത ആളുകളും ഉണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. പൊളിറ്റിക്കലി അസീൽ എന്നൊരു ഇൻസ്റ്റഗ്രാം പേജിലൂടെ അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ പലതും റീസെൻ്റ്ലി വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട്. നമ്മുടെ യുവാക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നം അല്ലെങ്കിൽ പുതിയ ജനറേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരുപാട് നാട്ടിൽ നടക്കുന്ന സമയത്ത് TV ചാനലുകളിൽ പോയിട്ട് അദ്ദേഹം അവർക്ക് വേണ്ടി സംസാരിച്ചു. അതുമായി ബന്ധപ്പെട്ട വിഷയത്തെ വളരെ സെൻസിബിളായിട്ട് അത് നിരീക്ഷിക്കുകയും ചെയ്തതിലൂടെ പല വീഡിയോസും വൈറലാവുകയുണ്ടായി. ഞാനും അങ്ങനെയാണ് കാണുന്നത്. അതിനു മുമ്പ് ഇദ്ദേഹം എന്താണ് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നേരിട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. നമസ്കാരം അസീൽ. അപ്പോൾ ആദ്യത്തെ ചോദ്യം അത് തന്നെയാണ്. ഞാനിപ്പോൾ അസീലിനെ കാണുന്നത് റീസെൻ്റ്ലി നടന്ന പല ചർച്ചകളിലൊക്കെ, ഡിബേറ്റിലൊക്കെ ചാനൽ ചർച്ചകൾ വരുന്നു. അതിൻ്റെ ക്ലിപ്പ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ റീലായിട്ട് വൈറലായിട്ട് വരുന്നതാണ്. അതിന് മുമ്പത്തെ അസീൽ ആരാണ്? അല്ലെങ്കിൽ അസീൽ സ്വയം അസീലിനെ എങ്ങനെ പരിചയപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്? ആക്ച്വലി കുറച്ച് മുമ്പ്, അതായത് ഞാൻ 2017 യൂട്യൂബിൽ ചെറുതായിട്ട് ഇങ്ങനെ വീഡിയോ ഇട്ട് തുടങ്ങിയിരുന്ന ആളാണ്. പിന്നീട് യൂട്യൂബൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എപ്പോഴൊക്കെ നിന്നുപോയി. ആൻഡ് 2021 +1 ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. 2021 കോവിഡ് സമയത്ത് +1 കുട്ടികൾക്കൊരു എക്സാമൊക്കെ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ഭയങ്കരമായിട്ട് കുട്ടികൾ ഭയങ്കര ബുദ്ധിമുട്ടിലായ സമയത്ത് അന്നാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ഡിസ്കഷൻ വരുന്നത്. അത് മാതൃഭൂമിയിലായിരുന്നു. അതിനുശേഷം പിന്നീട് സോഷ്യലി റെലവൻ്റ് ആയ കുറേ കാര്യങ്ങൾ, പൊളിറ്റിക്കലി എന്നുള്ള സത്യം പറഞ്ഞാൽ ആ ഒരു പേരെന്നെ വരുന്നത് പറഞ്ഞാൽ കുറേ കൂടെ പൊളിറ്റിക്കലി റെലവൻ്റ് ആയിരുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു സ്പേസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റഗ്രാം സ്പേസ്. പിന്നീട് ഒരു റെലവൻസിലേക്ക് വന്ന വിഷയമായിരുന്നു, അങ്ങനെ തന്നെ വന്ന വിഷയമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ യങ് ജനറേഷൻ്റെ അല്ലെങ്കിൽ ജനറേഷൻ ആൽഫ അല്ലെങ്കിൽ ജനറേഷൻ സി, നമ്മൾ ഈ 2 ജനറേഷൻ്റെയും വിഷയങ്ങളെന്ന് പറയുന്നത്. അപ്പം അതും ആ രീതിയിൽ തന്നെയാണ് ഡിസ്കഷനിലേക്ക് കൊണ്ടുവന്നത്. ആൻഡ് പേഴ്സണലി ഞാൻ അതിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്തതായിരുന്നു 2022 മുതൽ കോവിഡിന് ശേഷം, പോസ്റ്റ് കോവിഡായിട്ട് കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ഈ പറയുന്ന +1 +2 ആൻഡ് കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ നടന്ന സൂയിസൈഡുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഓൾറെഡി ഒരു സ്റ്റഡി നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക് ആയതുകൊണ്ട് അതിൽ കുറേ കൂടെ കൂടുതൽ സംസാരിക്കാൻ പറ്റിയെന്ന് മാത്രം. സൂപ്പർ. നമ്മളിപ്പോൾ പേരിൽ തന്നെ പൊളിറ്റിക്സ് ഉണ്ട് ആ ഒരു ഇൻസ്റ്റഗ്രാം ID തന്നെ. അതിനെക്കുറിച്ച് തന്നെ ചോദിക്കാനല്ല. ഇപ്പോൾ പൊതുവേ പറയുന്നൊരു കാര്യമാണ്, അതിൻ്റെ ഒരു റിയാലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ പുതിയ തലമുറയിലുള്ള ആളുകൾക്ക് പൊളിറ്റിക്സിനോടൊന്നും വലിയ താല്പര്യമില്ല, അല്ലെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റഡ്, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് പുച്ഛം, അല്ലെങ്കിൽ അവിടെ ഫുള്ള് വയലൻസും നെഗറ്റീവും ആണെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് യുവാക്കളെന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷേ അത് എൻ്റെ ജനറേഷനിലുള്ള ആളുകളും പലരും കേട്ടിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. മുമ്പൊന്നുണ്ടായ അത്ര ഒരു പൊളിറ്റിക്കൽ ഒരു ബോധം ഇല്ല, അല്ലെങ്കിൽ അതിനോട് വലിയ താല്പര്യമില്ല. അതിന് പല റീസൺസ് ഉണ്ടാവാം. അപ്പോൾ പൊളിറ്റിക്സിനോട് ഒരു ഇൻട്രസ്റ്റ് തോന്നിയത് എപ്പോഴാണ്? പൊളിറ്റിക്സ് ആണ് എല്ലാം തീരുമാനിക്കുന്നത്. ആത്യന്തികമായിട്ട് നമ്മൾ ഇന്ത്യൻസാണ്. സ്വാഭാവികമായിട്ടും ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് സ്വാഭാവികമായിട്ടും ഈവൻ വേൾഡ് സെനാറിയോ എടുത്തു കഴിഞ്ഞാലും പൊളിറ്റിക്സിനാണ് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട്. അപ്പം നമ്മളതിൽ എൻഗേജ് ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല അതിനുള്ള ഒരു വഴി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൊളിറ്റിക്സിൽ എൻഗേജ് ചെയ്യണം, പൊളിറ്റിക്സ് സംസാരിച്ചുകൊണ്ടിരിക്കണം. അത് ഏത് പാർട്ടി എന്നുള്ളതൊന്നുമല്ല, ഈവൻ പാർട്ടി വേണമെന്ന് വരില്ല. പാർട്ടി പൊളിറ്റിക്സും അല്ലാത്ത പൊളിറ്റിക്സും ഡിഫറെൻ്റ് തന്നെയാണല്ലോ. അപ്പം അതുപോലും വേണമെന്നില്ല. പക്ഷേ നമ്മളതിൽ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, നമ്മുടെ ചുറ്റുമുള്ള
പോളിസികൾ വരുന്നത് അതെല്ലാം ഒരു പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. ലോ ഉണ്ടാക്കുന്നത് സ്വാഭാവികമായിട്ടും ലെജിസ്ലേച്ചർ ആണല്ലോ, പിന്നീട് എക്സിക്യൂട്ടീവ് അത് നടപ്പിലാക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പം നിയമനിർമ്മാണം എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോളുള്ളത് പൊളിറ്റിക്സിനാണ്. നാട്ടിലെ പോളിസികൾ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും വലിയ റോളുള്ളത് പൊളിറ്റിക്സിനാണ്. അപ്പോൾ ആ പൊളിറ്റിക്സിൽ എല്ലാ ജനറേഷൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളും ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ള ഒരു സാധനത്തിൻ്റെ പുറത്ത് തന്നെയാണ്. അത് സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു 2019 ഡിസംബറിലാണ് ഞാൻ ഡിസംബർ എന്ന് ഓർക്കാൻ കാരണം നമ്മുടെ CA സംഭവങ്ങളൊക്കെ അന്നായിരുന്നു വന്നിരുന്നത്. ആ സമയത്താണ് ഞാൻ പൊളിറ്റിക്സിലേക്ക് സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ വന്നതാണ് സത്യം പറഞ്ഞാൽ. പൊളിറ്റിക്കലാവുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും പല ആളുകൾക്കും പൊളിറ്റിക്സിനോടൊരു ഒരു ഇഷ്ടക്കുറവുള്ളത്, അല്ലെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റഡ്, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് പുച്ഛം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ചിന്തിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ആളുകൾ? ഞാൻ ഈ അടുത്ത കാലം വരെ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരെ ഒരു പരിധി വരെ അവർ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് ആലോചിച്ചിരുന്നതാണ്. പക്ഷേ അതിനൊരു വേറൊരു സൈഡ് ഉണ്ട് ആക്ച്വലി. സത്യത്തിൽ ആളുകളെ പൊളിറ്റിക്സിനെ മടുപ്പിച്ചത് ഇവിടെയുള്ള കുറേ പൊളിറ്റീഷ്യൻസ് തന്നെയല്ലേ. കാലാകാലങ്ങളായിട്ട് വെറും ആരോപണ പ്രത്യാരോപണങ്ങൾ മാത്രമുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് മാത്രം നടക്കുന്ന, രാത്രി 9 മണിക്ക് TV തുറന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തും വിളിച്ചു പറയുന്ന കുറേ ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പം കറപ്ഷൻ ആണെന്നുണ്ടെങ്കിലും ബാക്കി കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും പൊളിറ്റിക്സിന് അങ്ങനെ ഒരു ബ്ലാക്ക് ഏരിയ ആക്കി എടുത്തത് പൊളിറ്റീഷ്യൻസ് തന്നെയാണ്. എല്ലാ പൊളിറ്റീഷ്യൻസും അല്ല, നല്ല പൊളിറ്റീഷ്യൻസ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നല്ല പൊളിറ്റീഷ്യൻസ് ഉണ്ടാക്കിയെടുത്ത ഒരു സിസ്റ്റത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. പക്ഷേ അപ്പോഴും ഇവിടെ ഇതിനൊരു വേറൊരു സൈഡ് ഉണ്ടായിരുന്നു. അവർ ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഡൊമൈനെ തൊടാൻ പറ്റാത്തൊരു സംഗതിയാക്കി മാറ്റിയത് ഞാൻ മനസ്സിലാക്കുന്നത് അവർ തന്നെയാണ്. അപ്പം പുതിയ ജനറേഷനിലുള്ള എൻ്റെ ജനറേഷനിലുള്ള ഒരാൾ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ് തുറന്നു നോക്കുമ്പോൾ രാത്രിയിലെ ഈ ഡിബേറ്റിലെ അടിയാണ് കാണുന്നത്, അല്ലെങ്കിൽ തമ്മിൽ തല്ലുന്നതാണ് കാണുന്നത്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ പേരിൽ മിണ്ടാതായ ആൾക്കാരെയാണ് കാണുന്നത്. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് പൊളിറ്റിക്സിലേക്ക് എൻഗേജ് ചെയ്യാൻ മടിയുണ്ടാവും. ഞാൻ അപ്പൊളിറ്റിക്കൽ ആവണമെന്ന് പറയല്ല, എല്ലാവരും പൊളിറ്റിക്കൽ ആവണമെന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാലാകാലങ്ങളായിട്ടുള്ള കുറേ രാഷ്ട്രീയക്കാർ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അവർ മാത്രമാണെന്നുള്ളതല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അവരിലെ ഒരു വിഭാഗമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിന് ആ രീതിയിൽ ആളുകൾ കണ്ടു. പിന്നെ നമ്മളെന്തിനാണ് അതിൻ്റെ ഭാഗമാകാൻ പോകുന്നത് എന്നുള്ളൊരു ചിന്തയായിരിക്കും. അങ്ങനെയുള്ളൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ചിന്ത വന്നു എന്നുള്ളതാണ്. അസിലിൻ്റെ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് വരാണെങ്കിൽ അസിൽ എന്താ ഇപ്പോൾ ചെയ്യുന്നത്? ഞാൻ BSc സൈക്കോളജി കഴിഞ്ഞു. കോഴിക്കോട് ഫറൂഖ് കോളേജിലാണ് പഠിച്ചത്. ഇപ്പോൾ PG എൻട്രൻസ് ഒക്കെ എഴുതി. ഇനി 2-3 എൻട്രൻസ് വരാനുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും അതിനെങ്ങനെ റെഡി ആയിട്ട് നിൽക്കാം. സൈക്കോളജിയിൽ തന്നെയാണോ ഇനി PG ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും സൈക്കോളജി. വൈ സൈക്കോളജി? എന്തുകൊണ്ടാണ് സൈക്കോളജി തിരഞ്ഞെടുത്തത്? അതിപ്പോൾ ഞാൻ ഭയങ്കര നന്മ പെർസ്പെക്റ്റീവിൽ നിന്ന്, ഞാൻ ഭയങ്കര നന്മവരാണെന്നുള്ള പെർസ്പെക്റ്റീവിൽ നിന്ന് സംസാരിക്കുകയല്ല. പക്ഷേ എൻ്റെ ഒരു പാഷൻ എപ്പോഴും, അതിപ്പം പൊളിറ്റിക്സ് ആണെന്നുണ്ടെങ്കിലും സൈക്കോളജി ആണെന്നുണ്ടെങ്കിലും, ചുറ്റുമുള്ള മനുഷ്യന്മാരുടെ ഇടയിൽ അല്ലെങ്കിൽ ഞാൻ ജീവിച്ച സ്ഥലത്ത് എന്നാൽ കഴിയുന്ന ഫുട് പ്രിൻറ്റ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നല്ല ഫുട് പ്രിൻറ്റ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. സൈക്കോളജി ആകുമ്പോൾ ആൾക്കാരുടെ മനസ്സും ആൾക്കാരുടെ കുറേ ആയിട്ട് മെൻ്റൽ വെൽബീങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഫീൽഡാണ്. കുറേ കൂടെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ഫീൽഡാണ്. അതേസമയം ഒരു MBBS ഡോക്ടേഴ്സിൻ്റെ പ്രൊഫഷൻ, ഒരുപാട് മെഡിക്കൽ പ്രൊഫഷൻസ് ഉണ്ടല്ലോ, അതുപോലെ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് പഠിക്കുന്ന ഒരാളൊന്നുമല്ല, അങ്ങനെ ഉള്ള ഒരാളുമല്ല. അപ്പോൾ എനിക്ക് തോന്നി ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഫീൽഡ് സൈക്കോളജിയാണ്. അപ്പം അങ്ങനെ ആൾക്കാരുമായിട്ട് ഏറ്റവും ബെറ്ററായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന, ആൾക്കാരോട് സംസാരിക്കാൻ പറ്റുന്ന, അങ്ങനെ സംസാരിച്ച് ആൾക്കാരുടെ ലൈഫിൽ വളരെ ചെറുതാണെങ്കിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫീൽഡ് ആയതുകൊണ്ടാണ് സൈക്കോളജി എടുത്തത്. അപ്പോൾ ഭാവിയിൽ ഇനി ആഗ്രഹം എന്താവാൻ ആഗ്രഹം? എന്താവാനാണ് ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ചോദ്യമാണ്. എനിക്കും ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടൊന്നും ഇല്ലാത്ത ചോദ്യമാണ്. ബട്ട് സ്റ്റിൽ ഒരു സൈക്കോളജിസ്റ്റ് ആവണമെന്നുണ്ട്. ആൾക്കാരെ വെൽബീങ്ങിന് വേണ്ടി ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്. അതോടൊപ്പം അങ്ങനത്തെ കുറച്ച് വെഞ്ചറുകൾ അല്ലെങ്കിൽ ആൾക്കാരെ എന്താ പറയുക അസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പരിപാടികൾ തുടങ്ങണമെന്നുണ്ട്. അതിൻ്റെ കുറച്ച് പ്ലാനിങ് ഉണ്ട്. പിന്നെ ഈ പരിപാടികളെല്ലാം തുറന്നു പോകണമെന്നും ആഗ്രഹമുണ്ട് പാരലലി. ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള, ഇപ്പോൾ അസീലിനെ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ആളുകളിൽ ഒരു നമുക്ക് ഇൻസൈറ്റ്സ് ഒക്കെ നോക്കിയാൽ കാണാൻ പറ്റുമല്ലോ. സോറി, ഏജ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ അസീൽ എന്ന ഒരു വിഷയത്തിൽ സംസാരിച്ചപ്പോൾ അസീലിന് വലിയ കൈയടിയൊക്കെ കിട്ടിയത് പറഞ്ഞ പോലെ ഒരു മില്ലേനിയൽസിൽ നിന്നാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതല്ലാതെ അസീലിൻ്റെ പറയുന്ന കോണ്ടൻറ്റ് പുതിയ കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അസീൽ അവരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നെന്ന് തോന്നുന്നുണ്ടോ? അവരുടെ ഒരു റിപ്ലൈ ഒക്കെ എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ അവരുടെ ഒരു ഫോളോവർ ലിസ്റ്റ് നോക്കുമ്പോൾ അവരുടെ ഒരു പോർഷൻ എങ്ങനെയാണ്? അവരാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത്. മില്ലേനിയൽസ് ആണ്, അല്ലെങ്കിൽ ജന ആൽഫയാണ് ഏറ്റവും കൂടുതലുള്ളത് എന്നുള്ളതാണ്. അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിലാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. കാരണം അവരിപ്പം നമുക്ക് ഇൻബോക്സിൽ മെസ്സേജസ് വരും. അപ്പം വരുന്നതിൽ അവർ അഡ്രസ്സ് ചെയ്യാൻ പറയുന്ന കുറേ വിഷയങ്ങളുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ജനറേഷനിൽപ്പെട്ടവർ തന്നെ അഡ്രസ്സ് ചെയ്യാൻ പറയുന്ന, ഞാൻ പോലും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം ഈ അടുത്ത് വന്ന ഒരു സംഭവം സെൽഫ് ഹാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരുന്നു. സ്വയം ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരുന്നു. അപ്പം ഞാനത് 2-3 കേസുകൾ മുമ്പ് കേട്ടിട്ടുണ്ടെന്നല്ലാതെ അതിൻ്റെ ഒരു സീരിയസ് സൈഡ് എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാനത് കേട്ടു. അതിനുശേഷം ഞാനൊരു Q&A ഇട്ടു. അപ്പം
ഒരുപാട് കുട്ടികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു 37 എക്സ്പീരിയൻസ് ഞാൻ കൗണ്ട് ചെയ്തിട്ടുണ്ട്. 37 ആൾക്കാരുടെ എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അവരുടെ സ്വന്തം ലൈഫിൽ അപ്പം ആ സ്റ്റോറി ആകെ ഞാൻ പിന്നീട് NGL നമ്മൾ സ്വാഭാവികമായിട്ടും അൺനോൺ ആയിട്ട് അവർക്ക് തരാന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുക്കുക. പിന്നീട് അനോണിമസ് ആയിട്ട് തരാന്നുള്ള രീതിയിലാണ് കൊടുക്കുക. അപ്പം ഞാൻ അപ്പോഴാകെ ഒരു 8000 സ്റ്റോറി റിവ്യൂ എന്തോ ആയപ്പോഴാണ്, അതായത് ജസ്റ്റ് സ്റ്റോറി ഇട്ട് അപ്പം തന്നെയാണ് നോക്കിയത്. അപ്പം തന്നെ 37 ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോഴും ഞാൻ തുറക്കാത്തുണ്ട്, കാരണം നമ്മളതിന് സമയം എടുത്തിട്ട് നമ്മളത് വായിക്കണമല്ലോ. അപ്പം അത്രയും ആൾക്കാർ ഈ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. അവരെ കേൾക്കാൻ ആളില്ലാതെ, അവർക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ സ്ഥലങ്ങളില്ലാതെ, അവർ ഏതൊക്കെയൊക്കെ മൊമെൻറ്റിൽ പലതുമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയി പോയതുകൊണ്ട് മാത്രം ഈ സെൽഫ് ഹാമിങ്ങിലേക്കും ബാക്കി ഇതുപോലെയുള്ള ഒരുപാട് സംഗതികൾ. ഇപ്പം ഡെയിലി നമുക്ക് ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഒരു മനസ്സിലാക്കാം. ഇങ്ങനെ കുറേ സംഭവങ്ങളുടെ എക്സ്പീരിയൻസ് ഇവർ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അവരത് ഷെയർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കത് ഷെയർ ചെയ്യാൻ പറ്റിയിട്ട് ഒരു സ്പേസ് എവിടെയോ അവർ എൻ്റെ വീഡിയോകളിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രൗഡായിട്ടുള്ളതും അതിൽ തന്നെയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ഷെയർ ചെയ്യുന്നുണ്ട്. അല്ല, ഇപ്പം അങ്ങനെ ഇപ്പം അവരുടെ കൂട്ടത്തിൽ തന്നെ ഒരാളായതുകൊണ്ട് ഈ പറഞ്ഞ പോലെ എന്നിട്ട് തന്നെ അത്ഭുതം ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ ഇത്തരത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ. യെസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാരണം നമ്മളിപ്പം എന്താ പറയുക, വലിയൊരു പൂളിനകത്തേക്കാണ് എൻ്റെ ജനറേഷൻ പോയിട്ടുള്ളത്. ഇതിൻ്റെ പല സൈഡുകളും ഉണ്ടാവും. ഇപ്പോൾ ഇതൊരു കടലാണെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതും അപ്പം ഇതിൻ്റെ എല്ലാ സൈഡും ഒരാൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയില്ല സ്വാഭാവികമായിട്ടും. അപ്പം ഇതിൻ്റെ പല സൈഡുകളും ഉണ്ട്. അതിനെപ്പറ്റി ഇവിടെ എങ്ങനെ എല്ലാ സംഭവങ്ങളും നടക്കുന്നുണ്ട്. അപ്പം ഈ സെൽഫ് ഹാമിങ്ങിൻ്റെ കേസ് പറയാനാണെന്നുണ്ടെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഇംഗ്ലീഷ് പാട്ടുകളുണ്ട്. ഇനിയിപ്പോൾ എല്ലാ ഇംഗ്ലീഷ് പാട്ടുകളെ അങ്ങനെ ഒരിക്കലും കാണരുത്. ചില സോങ്ങുകൾ, ആ സോങ്ങിൻ്റെ ലിറിക്സ് ഉണ്ട്. ആ ലിറിക്സിൽ ഇതിനെ ഭയങ്കരമായിട്ട് എൻഡോസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ എന്നോട് ഇതൊരാൾ പറഞ്ഞപ്പോൾ എൻ്റെ ജനറേഷൻപ്പെട്ട ആൾ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാനതിനെ സീരിയസ് ആയിട്ട് എടുത്തത്. അപ്പോൾ എനിക്ക് ആളെ ഓഡിയോ അയച്ചു തന്നു. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ആ ഓഡിയോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ചെയ്ത റീൽസ് കാണാൻ പറ്റുമല്ലോ. അപ്പം ലൈക്ക് അവർ ശരീരത്തിൽ ഇങ്ങനെ മുറിവുകൾ ഉണ്ടാക്കും, ആൻഡ് അതിൻ്റെ മുകളിൽ അവർ കുറച്ച് ഡിസൈൻസ് ഒക്കെ വരക്കും. അതൊരു ട്രെൻഡ് പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ട്രെൻഡിലേക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് +1 +2 കുട്ടികൾ ഇൻഡ്യൂസ്ഡ് ആയിരിക്കുന്നത്. ഇത് ആൾക്കാർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോഴാണ് ഇത് ഇത്രയധികം കോമൺ ആണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. നമ്മുടെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലോ നമ്മുടെ ഒരു സ്പേസുകളിലോ നമ്മൾ ഈ വിഷയം ഇന്നുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല. കാരണം അപ്പം ഞാൻ പോലും ഇപ്പോഴാണ് ഇത് ഇത്ര സീരിയസ് ആണെന്നുള്ള അറിയുന്നത്. സ്വാഭാവികമായിട്ടും പബ്ലിക് അല്ലെങ്കിൽ കുറേ കൂടെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരാണ് എല്ലാ സ്പേസുകളിൽ ഇരിക്കുന്നത്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഇത് അറിയില്ലല്ലോ, അറിഞ്ഞാലേ ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഈ ഇൻ്റർനെറ്റിൽ ഈ പറഞ്ഞ പോലെ പുതിയ ആളുകളുടെ കുറേ ലാംഗ്വേജ് ഉണ്ട്. കുറേ എന്താ പൂക്കി എന്നൊക്കെ പറയുന്ന സ്കിബ്ഡി, കുറേ കൈൻഡ് ഓഫ് സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ തമാശക്ക് പറയുന്നത് നമുക്ക് അവരുടേത് പലതും മനസ്സിലാവുന്നില്ല എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ എണ്ണം കൂടുന്ന പോലെ തന്നെ വാക്കുകൾ മാത്രമല്ലാതെ മറ്റ് ജനറേഷൻ, അവരുടെ പാരൻസിൻ്റെ ജനറേഷൻ അല്ലെങ്കിൽ അവരുടെ ഈവൻ ഒരു എൽഡർ ബ്രദറിൻ്റെ ഒരു ജനറേഷന് പോലും ഇവരെ മനസ്സിലാക്കാൻ പറ്റാത്തത്ര കോംപ്ലിക്കേറ്റഡ് ആണോ നമ്മുടെ ജനറേഷൻ? അത് കോംപ്ലിക്കേറ്റഡ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ നോർമലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന ആ ഒരു ട്രാൻസിഷൻ, ഒരു സ്പീഡ് കൂടി എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഇപ്പം നമ്മളൊരു പ്രിൻറ്റ് മീഡിയയിൽ നിന്ന് നമ്മളൊരു ഡിജിറ്റൽ മീഡിയയിലേക്ക് അല്ലെങ്കിൽ ഒരു TV യിലേക്ക് കടന്നപ്പോൾ അതിനൊരു ഭയങ്കര ഒരു ടൈം എടുത്തിട്ടാണ് നമ്മൾ കടന്നത്. അത് കളിക്കൊടുക്കുക, ബാലഭൂമി, ബാലരമ ഒക്കെ വായിച്ചെടുത്തുനിന്ന് നമ്മൾ പിന്നീട് TV യിലേക്ക് വരുമ്പോഴും TVയും ഭയങ്കര ലിമിറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ അടുത്ത ദിവസം ചെയ്യാനുള്ളൊരു വീഡിയോ പറഞ്ഞാൽ എനിക്കുള്ളതിലെ ന്യൂസുകളെ പറ്റിയിട്ടാണ്. ഇപ്പം ന്യൂസുകൾ എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ സ്ലോട്ടായിരുന്നു. ദൂരദർശൻ്റെയും ആകാശവാണിയുടെയും അരമണിക്കൂർ സ്ലോട്ടായിരുന്നു വാർത്ത. പിന്നീട് അത് 24/7 ചാനലുകളായി മാറുന്നത് സമയമെടുത്തിട്ടാണ്. പക്ഷേ പിന്നീട് നടന്നൊരു ട്രാൻസിഷൻ, അതായത് ഒരു 2010 ശേഷം നടന്ന ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഭയങ്കര സ്പീഡിലായിരുന്നു. ഇൻ്റർനെറ്റ് എല്ലായിടത്തും കോമൺ ആയി. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു പൂളിലേക്ക് എല്ലാവരും ഇൻഡ്യൂസ്ഡ് ആയി. അപ്പോൾ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുഴുവൻ കാര്യങ്ങളിലേക്കുമാണ് ഒരു ജനറേഷൻ എത്തുന്നത്. അതിന് മുഴുവൻ അതിൻ്റെ സീനിയർ ആയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതത്ര എളുപ്പത്തിൽ കഴിയുന്നൊരു സംഗതിയല്ല. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഓപ്പണായി നിൽക്കുക, ഓപ്പൺനെസ് ആണ് അവിടെ ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ആ കോംപ്ലിക്കേഷൻ വളരെ നാച്ചുറലായി നടന്നിട്ടുള്ളൊരു സംഭവമാണ് ആ ഒരു ട്രാൻസിഷൻ്റെ സ്പീഡ് കൂടിയതുകൊണ്ട്. ഇപ്പോൾ ഈ റീസെൻ്റ്ലി വന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ അസീലൊക്കെ പ്രതികരിച്ചതും വലിയ രീതിയിൽ അത് വൈറലായൊക്കെ വിഷയങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ ഓപ്പണായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതിനപ്പുറത്ത് ഞാൻ കൂടുതൽ കണ്ട സാധനങ്ങളൊക്കെ ബ്ലെയിമിങ് പോലത്തെ ഒരു സാധനമാണ്. അതിൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ എല്ലൊക്കെ ഇത് പോയി ഇവരെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെയുള്ള രീതിയിൽ ബ്ലെയിം ചെയ്യുന്നതാണ്. ഇത് എത്രത്തോളം ഹെൽപ്പ് ചെയ്യും? ഇതിനെ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു ഉപകാരവും ഇല്ല എന്നുള്ളതാണ്. കാരണം നമ്മളിവിടെ ഏറ്റവും ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് സംഭവിച്ച എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മെയിൻ സ്ട്രീം മീഡിയകളാണ് ഈ വിഷയം ഡിസ്കസ് ചെയ്യുന്നത്. മെയിൻ സ്ട്രീം മീഡിയകൾക്ക് ഇത് ഈ ചർച്ചകൾ ചെയ്തുള്ള ശീലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ചർച്ചകൾ ചെയ്തുള്ള ശീലമാണ്. അത് അരമണിക്കൂറിൻ്റെ പ്രൈം ടൈം ഡിബേറ്റിൽ രണ്ട് പാർട്ടികൾ വരും, അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യും, അത് അവസാനിക്കും. ഇതൊരു സോഷ്യൽ പ്രോബ്ലമാണ്, ഈ ജനറേഷൻ്റെ പ്രോബ്ലമാണ്. ഇത് നമുക്ക് അരമണിക്കൂറിൻ്റെ ചർച്ചയിലോ 1 മണിക്കൂറിൻ്റെ ചർച്ചയിലോ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ഇട്ട് തീരുന്ന പ്രശ്നമല്ല. ഇതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ കുട്ടികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള
അവസ്ഥയിലല്ല എന്നുള്ളതാണ്. ഈ ജനറേഷൻ്റേതാകുന്ന പുതിയ കാലത്തിൻ്റേതാകുന്ന മാറ്റങ്ങൾ ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇപ്പോഴും സ്പേസ് ഇല്ല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ സിമ്പിളായി നോക്കാം. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഒരു ഹൈസ്കൂൾ ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത്, കൂടുതൽ നേരം സംസാരിക്കുന്നതുണ്ടല്ലോ. പിന്നീട് സ്റ്റാഫ് റൂമിൽ അത് ഡിസ്കഷൻ ആവുകയാണ്. അവരവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പറ്റിയിട്ടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ആൺകുട്ടിയും പെൺകുട്ടിയും പിന്നീട് നേരിടാൻ പോകുന്ന പ്രശ്നം എന്താണ്? ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. പിന്നീട് അവരെ വീട്ടിലേക്ക് വിളിക്കുന്നു, അല്ലെങ്കിൽ അവരെ ഭയങ്കര മോശമായിട്ട് കാണുന്നു. ആ രീതിയിലേക്കാണ്. ഞാനൊരു വെറും ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് മാത്രമാണ് കാണിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളതിന് പകരം ഇവിടെ ഇപ്പോഴും ഈ ഡിസ്കഷനിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, വടിയെടുത്ത് അടിക്കണം, പിള്ളേരെല്ലാവരും വടിയെടുത്ത് അടിക്കണം എന്നുള്ളതിലേക്കാണ് കാര്യങ്ങൾ. വടി മാറിയ ചൂരൽ ഇല്ലാതായപ്പോഴാണ് ഈ പ്രശ്നം വന്നതെന്ന് പറയുന്നത്. എക്സാക്ട്ലി. അപ്പോൾ ഈ ചൂരൽ ഇല്ലാതാവുക എന്നൊക്കെ പറഞ്ഞാൽ അത് എത്രത്തോളം അപകടകരമാണ് ആ സാധനം എന്നുള്ളത് ആലോചിക്കണം. 90s കിഡ്സ് ചൂരൽ കൊണ്ട് നന്നായി എന്നുള്ളതൊക്കെ സത്യം പറഞ്ഞാൽ അതൊരു വെറും ഒരു വാദത്തിന് വേണ്ടി പറയാമെന്നുള്ള വർഷമല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. കാരണം ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ഇവിടെ കാണുന്ന കാര്യങ്ങളെല്ലാം മാറി. 90s മെത്തഫെറ്റമീൻ അല്ലെങ്കിൽ ബാക്കിയുള്ള ലഹരികളൊന്നും അവൈലബിൾ അല്ലായിരുന്നു ഈസിലി. അതുകൊണ്ട് അവരത് ഉപയോഗിച്ചില്ല. ഇന്ന് അത് അതേപോലെ തന്നെ പണ്ട് സിഗരറ്റ് അവൈലബിൾ ആയിരുന്നതുപോലെ ഈ സാധനങ്ങളെല്ലാം അവൈലബിൾ ആണ്. അതുകൊണ്ട് അവരത് ഉപയോഗിക്കുന്നു. അതാണ് ഇവിടെ നടന്ന എല്ലാ കാര്യത്തിലും നടന്ന ട്രാൻസിഷൻ. ഇവിടെയുള്ള ഈ മീഡിയ കോണ്ടന്റുകളായാലും ബാക്കി കാര്യങ്ങളായാലും എല്ലാം അവൈലബിൾ ആണ്. അപ്പം ഈ കാലത്ത് ഇപ്പോൾ ഇതിനെല്ലാം റെഗുലേറ്റ് ചെയ്യുക, ഫോൺ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ വടി എടുത്ത് അടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കുന്നില്ല. ഇവിടെ എങ്ങനെ ജീവിക്കണം, ഈ ലോകത്ത് എങ്ങനെ ജീവിക്കണം, ഏത് കൺസ്യൂം ചെയ്യണം, ഏത് കൺസ്യൂം ചെയ്യേണ്ട എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അത് ഒരു ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. അതിന് അക്കാഡമിക്സിൽ ഉൾപ്പെടെയുള്ള കരിക്കുലത്തിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അതൊരു ലോങ് ടേം ഡിസ്കഷനാണ്. ആ ഡിസ്കഷൻ വരാതെ നമുക്ക് ഇതിനെ ഒന്നും ഫേസ് ചെയ്യാൻ കഴിയില്ല. അപ്പം നമ്മൾ ഷഹബാസിൻ്റെ മർഡർ നടന്നു, വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഒരാഴ്ച ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ ഏതെങ്കിലും മീഡിയയിൽ ഏതെങ്കിലും ഇടത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട യങ് ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ട വയലൻസുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് നടക്കുന്നുണ്ടോ? ഇല്ല. അടുത്ത വിഷയം വന്നു. ഇപ്പം ഈ കുട്ടികൾ എന്ത് ചെയ്യും? ആ ജനറേഷൻ ഇവിടുന്ന് പോയിട്ടുണ്ടോ? ഇല്ല. ഈ കുട്ടികൾ അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ പ്രോബ്ലം എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഇപ്പോഴും അതേപോലെ അന്ന് എങ്ങനെയായിരുന്നോ അതേപോലെ നടക്കുന്ന റിയാലിറ്റിയാണ്. വെറുതെ ഒന്ന് റിവേഴ്സ് ആയിട്ട് ആലോചിച്ചാൽ മതി. നമ്മൾ എത്ര കാര്യങ്ങൾ ചർച്ച ചെയ്തു, അതിനകത്ത് എന്ത് മാറ്റമാണ് നമ്മൾ കൊണ്ടുവന്നത്? നമ്മളവിടെ എന്ത് മാറ്റം കൊണ്ടുവന്നു? പഴയ സ്റ്റേറ്റിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു കൊണ്ടുപോകല്ലേ ചെയ്തത്. അപ്പം അവിടെ മാറ്റങ്ങൾ വരുത്താനുള്ള സംഗതികൾ ഈ അടിയിലും വടിയിലും ഒന്നും ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. അല്ല, അപ്പോൾ ഇത് സ്റ്റേറ്റിനാണോ ഇതിൻ്റെ ഒരു പ്രശ്നം വരുന്നത്? സൊസൈറ്റിയുടെ ഒരു ഓവറോൾ പ്രശ്നമായിട്ടാണ് കാണുന്നത്? സ്റ്റേറ്റിനെ മാത്രം നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം സ്റ്റേറ്റിന് ഓഫ്കോഴ്സ് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, എല്ലാവർക്കും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ട്രാൻസിഷൻ്റെ സ്പീഡ് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ അതിൻ്റെ മുമ്പിൽ എല്ലാ മനുഷ്യന്മാരും ഭയങ്കര എന്താ പറയുക ഫ്രീസ് ആയിട്ട് ഇതെന്താ സംഭവിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് നിന്ന് പോയൊരു സമയമാണ് ഈ അടുത്ത കാലത്ത് നടന്നത്. അത്രയും സ്പീഡിലാണ് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പം ആ മാറ്റങ്ങൾ നമുക്ക് ആ സമയത്ത് നമുക്ക് അതിനനുസരിച്ച് മാറാൻ പറ്റിയിട്ടില്ല എന്നുള്ള റിയാലിറ്റിയാണ്. പക്ഷേ അപ്പോഴും സൊസൈറ്റി ആണെന്നുണ്ടെങ്കിലും സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിലും ഒരേപോലെ മാറേണ്ടുന്നൊരു സമയം ഉണ്ടായിരുന്നു. അതിന് പലപ്പോഴും നമ്മൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഈവൻ ഈ ഡിസ്കഷനിൽ പോലും നിങ്ങൾ പറഞ്ഞു ബ്ലെയിമാണ് വരുന്നത് എന്നുള്ളത്. ഇത് ബ്ലെയിം ചെയ്യേണ്ടുന്ന സമയമല്ല. ഇതിൽ കറക്റ്റ് ചെയ്യാൻ പേരൻസിൻ്റെ ഭാഗത്തും സീനിയർ ജനറേഷൻ്റെ ഭാഗത്തും കറക്റ്റ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അത് കറക്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. ഇവിടുത്തെ അക്കാഡമിക് കരിക്കുലത്തിൽ നമ്മൾ ഒരു കുട്ടിയെ നമ്മൾ LKG 1ാം ക്ലാസ്സിലോ സമൂഹത്തിൽ എങ്ങനെ നല്ലൊരാളാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. സമൂഹത്തിൽ ഇടപെടുന്ന ഒരു കുട്ടി, ഇപ്പോൾ ഇന്ന് സമൂഹത്തിനേക്കാൾ കൂടുതൽ ഒരു കുട്ടി ഇടപെടുന്നത് സോഷ്യൽ മീഡിയയിലും ഇൻ്റർനെറ്റിലുമാണ്. ഇൻ്റർനെറ്റിനെ എങ്ങനെ നന്നായിട്ട് യൂസ് ചെയ്യണമെന്ന് ഏതെങ്കിലും പാഠപുസ്തകത്തിൽ ഇന്ന് പഠിപ്പിക്കുന്നുണ്ടോ? അത് നമ്മൾ പാഠപുസ്തകങ്ങൾ കരിക്കുലം മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. അപ്പം വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ നോക്കാം. 10ാം ക്ലാസ്സിലെ പരീക്ഷ കോമ്പറ്റീറ്റീവ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നാട്ടിൽ സ്വമേധയാ PTA-കളും ബാക്കി ആളുകളും ചേർന്നുകൊണ്ട് അവിടെയുള്ള ക്ലാസ്സുകളും നൈറ്റ് ക്ലാസ്സുകളും കൊടുത്തു. നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഈ വയലൻസിലേക്കും ബാക്കി കാര്യങ്ങളിലേക്കും പോകുന്നുണ്ടെന്ന് മനസ്സിലായല്ലോ. അവിടെ നമ്മൾ ഈ വടിയെടുത്ത് അടിക്കുക എന്നുള്ളതിന് പകരം ഈ കുട്ടികൾക്ക് വളരെ എത്തിക്കലായിട്ട് അല്ലെങ്കിൽ എത്തിക്കൽ വാല്യൂസ് കീപ്പ് ചെയ്തുകൊണ്ട് എങ്ങനെ ജീവിക്കാമെന്നുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ പാരലായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. ഹൈസ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ +2 +1 പഠിക്കുന്ന കുട്ടിക്ക് അത് കൊടുക്കാനല്ല തയ്യാറാകുന്നത്. ഇപ്പോഴും നമ്മൾ അവരോട് ഓപ്പൺ അല്ല. നമ്മൾ 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടിയോട് വീണ്ടും പറയുന്ന എൻ്റെ ജനറേഷൻ പോയി, നിങ്ങളുടെ ജനറേഷൻ ഭയങ്കര മോശമാണെന്നാണ്. അല്ലാതെ നിങ്ങളുടെ പ്രശ്നം എന്താണ്, എനിക്ക് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്, ജഡ്ജ്മെൻറ്റിലല്ലാതെ ഞങ്ങൾ നിനക്ക് കേൾക്കാൻ തയ്യാറാണെന്നുള്ളത് നമ്മൾ ആ ജനറേഷൻ ഇപ്പോഴും ആ മെസ്സേജ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന എല്ലാ കാലത്തും ഉണ്ടാവുന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മളെപ്പോഴും അത് കേട്ടിട്ടുണ്ട്. ഈ ഗ്യാപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നാണ് എൻ്റെ ചോദ്യം. അത് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. അതായത് എല്ലാ ജനറേഷനിലും ഗ്യാപ്പുകൾ ഉണ്ടായപ്പോഴും അവിടെ സംഭവിച്ചിരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു സ്ലോ പേസ്ഡ് ആയിരുന്നു.
അത് ഇനിയിപ്പം അത് ഈവൺ ഞാനും എൻ്റെക്കാളൊരു 5-6 വയസ്സ് ഇളയതായിട്ടുള്ള കുട്ടിയും തമ്മിൽ പോലും ഇപ്പോഴും ഭീകരമായിട്ടുള്ള മാറ്റം ഉണ്ടാവും. അപ്പം ഇപ്പോൾ എൻ്റെ കാക്കാര മക്കളുണ്ട് ഇവിടെ അസലേമിൽ. അപ്പോൾ ഓരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഓല് ജീവിക്കുന്നത് വേറെ യൂണിവേഴ്സിലാണ്. അപ്പം അത് ഭയങ്കര സ്പീഡായിരുന്നു ആ മാറ്റം എന്ന് പറയുന്നത്. ആ സ്പീഡ് കൊണ്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എല്ലാ കാലഘട്ടത്തിലും ഈ ബ്ലെയിം തന്നെയാണ് നടന്നിട്ടുള്ളത്. അത് 80s 90s ബ്ലെയിം ചെയ്തു, 70s 80s ബ്ലെയിം ചെയ്തു, അത് അങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ്. ആ ചെയിൻ ബ്രേക്ക് ചെയ്യാൻ ഇപ്പോഴെങ്കിലും നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. ഈ ബസ്സിൽ നേരത്തെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് നമ്മുടെ അക്കാഡമിക്സിലൊന്നും ഇല്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അപ്പോൾ ബസ്സിലൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടി എന്നുള്ള നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്, സോഷ്യൽ മീഡിയ സ്പേസിന് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? സോഷ്യൽ മീഡിയയിൽ 2 തരം കോണ്ടൻറ്റുകൾ അവൈലബിൾ. ഞാൻ കേരളത്തിലെ കോണ്ടൻറ്റുകൾ മാത്രം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത് നമുക്ക് 2 തരം കോണ്ടൻറ്റുകൾ അവൈലബിൾ ആണ്. ഒന്ന് യാതൊരു വിധ മോണിറ്ററിങ് നടത്തുന്നു. അപ്പോൾ നമ്മളൊരു കോണ്ടൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ 1.5 മിനിറ്റുള്ള റീലാണ് ഞാൻ ചെയ്യുക. പക്ഷേ ഞാൻ ആ 1.5 മിനിറ്റ് റീൽ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം രാത്രി 2 മണിയോ 3 മണി വരെ ഞാൻ ഉറങ്ങൂല. ഞാനിത് എന്ത് പറയണം എന്നുള്ളതിനെ കൊണ്ട് അത് ഞാൻ ഭയങ്കര അടിപൊളി ആയതുകൊണ്ടല്ല, എന്നേക്കാൾ അടിപൊളിയായിട്ടുള്ള ഇപ്പം ഹനാൻഷ നല്ല കോണ്ടന്റ് ക്രിയേറ്ററാണ്. അയാളുടെ വീട്ടിലുള്ള എല്ലാം അയാൾ ക്യാപ്ചർ ചെയ്ത് വ്ളോഗായിട്ടിടാറുണ്ട്. എങ്കിലും ആൾ ഭയങ്കര വിജിലൻ്റ് ആണ്. അയാൾ കൊടുക്കുന്ന മെസ്സേജിൽ ഒന്നുപോലും സൊസൈറ്റിയെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിടത്തോളം സൊസൈറ്റിയെ ദോഷമായി ബാധിക്കരുത് എന്നുള്ളതിൽ അയാൾ ഭയങ്കര വിജിലൻ്റ് ആണ്. അയാൾ വളരെ വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കോണ്ടന്റുകൾ ഞാനൊരു എക്സാമ്പിൾ പറയണം. അങ്ങനെയുള്ള ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെയുള്ള കോണ്ടന്റുകളും ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഒട്ടും റെഗുലേറ്റർ അല്ലാത്ത ഈ 2 മണിക്കൂർ 3 മണിക്കൂർ ലൈവ് ഇടുമ്പോൾ അതിൽ എല്ലാ അബ്യൂസീവ് ലാംഗ്വേജുകളും യൂസ് ചെയ്യുന്ന, എല്ലാവരും അപമാനിക്കുന്ന കോണ്ടന്റുകളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പഠിക്കുക, ഇതിലേതെടുക്കണം എടുക്കണ്ട എന്നുള്ളത് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം. അപ്പം ഇൻ്റർനെറ്റിനെ റെഗുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലല്ല. അത് ഈ മറ്റേ വയലൻറ്റ് മൂവികളെ റെഗുലേറ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോഴാണ്. വയലൻറ്റ് മൂവിനെ കേരളത്തിൽ റെഗുലേറ്റ് ചെയ്താൽ ഇൻ്റർനാഷണൽ കണ്ടന്റ് കാണുമ്പോൾ നമ്മളിപ്പോൾ ഇൻ്റർനാഷണൽ സിനിമ കാണുന്ന ആൾക്കാരാണ്. ഇതിലേതെടുക്കുക എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം ഹൗ ടു യൂസ് സോഷ്യൽ മീഡിയ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ ഇതാണ് പഠിപ്പിക്കേണ്ടത്. ഇപ്പോൾ മൂവിൻ്റെയും കാര്യം മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ മാർക്കോ മൂവി ഉൾപ്പെടെയുള്ള മൂവീസിൻ്റെ വയലൻസിനെ കുറിച്ചൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ ഈ പറഞ്ഞ ഡിബേറ്റ് നടക്കുകയാണ്. ഇപ്പോൾ ഫിലിം ആളുകൾ ചോദിക്കുന്നത് എന്താ ഇതിനേക്കാളും വയലൻ്റ് ആയിട്ടുള്ള കൊറിയൻ പടങ്ങളും മറ്റ് പടങ്ങളൊക്കെ ഇവരവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഇറക്കുമ്പോൾ എന്തിനാണ്, പിന്നെ അതിൽ കൃത്യമായിട്ട് അതിലകത്ത് ഏജും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ മൂവിയുടെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഡിബേറ്റബിൾ ആയിട്ടുള്ള ടോപ്പിക്. അസിൽ നിന്നെക്കുറിച്ച് എന്താ തോന്നിയിട്ടുള്ളത്? വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ മൂവി? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇടപെടുന്ന സൊസൈറ്റിയിലെ എല്ലാ കാര്യങ്ങളും നമ്മളെ ഒരു രീതിയിൽ അല്ലെങ്കിൽ നമ്മളെ വേറൊരു രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത് ഇപ്പം ഈവൻ ആസ് എ സൈക്കോളജിസ്റ്റുടെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. പക്ഷേ അവിടെ മൂവീസിലേക്ക് മാത്രം നമ്മുടെ ചർച്ച ഫോക്കസ് ചെയ്യുന്നതിനെ പറ്റി ഒരു യോജിപ്പില്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം നമ്മൾ നേരത്തെ വലിയൊരു ക്യാൻവാസിനെ പറ്റി സംസാരിച്ചല്ലോ. ഇവിടെ അക്കാഡമിക് കരിക്കുലം ഉൾപ്പെടെയുള്ള അപ്പം അല്ലെങ്കിൽ കുറേ കൂടെ മുന്നോട്ട് ആലോചിക്കുമ്പോൾ കുട്ടികളുടെ കരിയർ ചോയ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ കൺസ്യൂം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കുറേ കൂടെ വൈഡായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാം നേരോ ഡൗൺ ചെയ്തിട്ട് ഒരു സിനിമയിൽ പറയുന്ന വയലൻസിലേക്ക് മാത്രം കൊണ്ടുവരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊരിക്കലും യോജിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അതൊരു ശരിയായിട്ടുള്ള കാര്യമാണെന്ന് ഒരിക്കലും തോന്നുന്നില്ല. സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പോലെ ഈ നേരത്തെ നമ്മൾ സംസാരിച്ച രാത്രി 9 മണിയിലെ ഡിബേറ്റുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. മീഡിയയിലെ ആളുകൾ തന്നെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന അടി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈ നാട്ടിൽ നടക്കുന്ന വയലൻസും ഈ നാട്ടിൽ നടക്കുന്ന ഹെയ്റ്റും എല്ലാം, റിയൽ വേൾഡിൽ നടക്കുന്ന ഹെയ്റ്റും എല്ലാം ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം റെഗുലേറ്റ് ചെയ്യാൻ തയ്യാറാണോ? ഇതെല്ലാം റെഗുലേറ്റ് ചെയ്യാൻ കഴിയൂല. ഇനിയിപ്പോൾ ഈ സിനിമയെ റെഗുലേറ്റ് ചെയ്തു, മലയാളത്തിലും ഹിന്ദിയിലും ഇറങ്ങുന്ന കുറച്ച് സിനിമകളെ റെഗുലേറ്റ് ചെയ്തു, അതുകൊണ്ട് എന്തെങ്കിലും എൻ്റെ നടക്കാൻ പോകുന്നുണ്ടോ? ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം നമ്മൾ തന്നെ അവകാശപ്പെടുന്ന കാര്യമാണ് മലയാളി ഇൻ്റർനാഷണൽ സിനിമ കാണുന്നുള്ളത്. ഇൻ്റർനാഷണൽ സിനിമയെ റെഗുലേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അപ്പം ഇവിടെ പറയുന്നത് ഇതെങ്ങനെ കാണണം, നമ്മൾ കോവിഡ് വന്നപ്പോൾ പറഞ്ഞ അതേ കാര്യമാണ് ഇപ്പോഴും പറയാനുള്ളത്. നമ്മൾ ഈ പുതിയ ലോകം ഇങ്ങനെയാണ്, ഇവിടെ എങ്ങനെ ജീവിക്കണം എന്നുള്ള പഠിപ്പിക്കേണ്ടത്. നമ്മൾ ഇതിൻ്റെ മുമ്പിൽ വാതിലുകൾ അടച്ചിട്ടതുകൊണ്ട് മാത്രം നമുക്കൊരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ജനറേഷനെ മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യമാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ഒരു അധികാരം കിട്ടുകയാണ് അസീലിന്, നമ്മുടെ സിസ്റ്റത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം, പ്രത്യേകിച്ചാണെങ്കിൽ എഡ്യൂക്കേഷൻ തന്നെ ഫോക്കസ് എടുക്കാം, എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും പ്രധാനമായിട്ട് വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടാവുക? പെട്ടെന്നുള്ള ചോദ്യം ആയതുകൊണ്ട് കറക്റ്റ് ഉത്തരവില്ല. എങ്കിലും പറയാനാണെന്നുണ്ടെങ്കിൽ, ഒന്ന്, ഒരു സൊസൈറ്റിയിലേക്ക് ഒരു കുട്ടി ഇറങ്ങുമ്പോൾ ആൾ എന്തൊക്കെ വാല്യൂസ് കീപ്പ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി വളരെ സീരിയസ് ആയിട്ട് നമ്മൾ 8ാം ക്ലാസ് മുതൽ കുട്ടിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ജീവിതത്തിലെ സ്വപ്നം എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടുക എന്നുള്ളതാണ്. ആ സ്വപ്നത്തിൻ്റെ ഒപ്പം തന്നെ സൊസൈറ്റിയിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? ഇനിയിപ്പോൾ ഈവൻ എംപ്ലോയബിലിറ്റീൻ്റെ കാര്യത്തിലാണെങ്കിലും 10ാം ക്ലാസ്സിലും +2ലും അല്ലെങ്കിൽ ഡിഗ്രിയിലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടി എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ജോലി തരാൻ പോകുന്ന ഒരു ലോകമല്ല നിങ്ങളുടെ മുമ്പിലുള്ളത്. നിങ്ങൾക്ക് സ്കില്ലുകൾ വേണം. അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കും. നിങ്ങൾ ആളുകളോട്
സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കും. ഇതിലെല്ലാം അപ്പുറം നിങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക, ഞാൻ എന്താണ്, എൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതിനെ പറ്റി ഒരു ഇത് കൊടുക്കും. ഞാൻ എപ്പോഴും ക്ലാസ് റൂമിലിരുന്ന് ഞാനൊരു +2 ആയ സമയത്ത് സീരിയസ് ആയിട്ട് ആലോചിച്ചുള്ളത്. ഞാൻ +2 സയൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് സയൻസ് ക്ലാസ്സിൽ ഒരു വൈകുന്നേരം 5 മണി വരെ 6 മണി വരെയൊക്കെ ചിലപ്പോൾ ക്ലാസ് ഉണ്ടാവും, സ്പെഷ്യൽ ക്ലാസ്സുകളുണ്ടാവും. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ കരിയർ നിങ്ങൾ ഏത് ചൂസ് ചെയ്യണമെന്നുള്ള ഒരു നമ്മൾ കൊടുക്കും. എപ്പോൾ 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടാൻ നിങ്ങൾക്ക് മോട്ടിവേഷൻ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ആഴ്ച മുമ്പ് നമ്മളൊരു ക്ലാസ് കൊടുക്കും. +2 എക്സാമിന് മുമ്പ് ഒരാഴ്ച കൊടുത്ത് വേറെ ആരെങ്കിലും വിളിച്ച് നമ്മളൊരു ക്ലാസ് കൊടുക്കും. അതിന് പകരം വളരെ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ വളരെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ക്ലാസ് ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും ഈ കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന മാറ്റം എത്രത്തോളമായിരിക്കും. ഈ പറയുന്ന സിലബസും ഈ പറയുന്ന സബ്ജക്റ്റും എല്ലാം പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ കരിയർ എന്താവണം, ഞാൻ എന്താവണം എന്നതിനെ പറ്റി ഒരു ക്ലാസ് 1 മണിക്കൂർ കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവിടെ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ ആയിരിക്കും ഞാൻ ഏറ്റവും ബേസിക് ആയിട്ട് കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബ്യൂട്ടിഫുൾ. നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ പാരൻസിന് അവർക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ പാരൻറ്റിങ്ങിനെ കുറിച്ച് പൊതുവെ പറയുമ്പോൾ പറയാറുണ്ട്, പലരും ഈ പറഞ്ഞ പോലെ പാരൻറ്റിങ്ങിനെ കുറിച്ച് ഒരു വലിയ ട്രെയിനിങ് ഒന്നും അവർക്ക് കിട്ടുന്നില്ല. എല്ലാവരും വളരെ എന്താ പറയുക ആക്സിഡൻ്റലി പാരൻസ് ആയി പോകുന്നതാണ്. നമുക്കുള്ള മോഡൽസ് എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ നമ്മുടെ പാരൻ്റ് ആയിരിക്കും, അവരെങ്ങനെയാണോ നമ്മളോട് ഇതാക്കിയത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ പണ്ട് കല്ലും മുള്ളൊക്കെ ചവിട്ടി സ്കൂളിൽ പോയ കഥയൊക്കെ ഇപ്പോഴും ജനറേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാരൻസിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് മാറ്റങ്ങളാണ് വേണ്ടത്? നേരത്തെ പറഞ്ഞ കാര്യമാണ്, അതായത് ഓപ്പൺ ആവുക എന്നുള്ളതാണ്. പേരൻസ്, ഞാൻ പറഞ്ഞ പേരൻസ് ഒരുപാട് റിസ്ക് എടുക്കുന്ന, പേരൻസ് ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്ന ആളുകളാണ്. ഓഫ് കോഴ്സ് യെസ്. ആ സമയത്ത് തന്നെ കുട്ടികളുടെ മുമ്പിൽ ഓപ്പൺ ആവുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ ലോകത്ത് നടന്ന ട്രാൻസിഷനെ, ലോകത്ത് നടന്ന മാറ്റങ്ങളെ പറ്റി കാര്യമായിട്ടുള്ള ധാരണയുള്ള ആളുകളായിരിക്കണം പേരൻസ്. എൻ്റെ അനിയന്മാർക്ക് പോലും, അതായത് എൻ്റെ കാക്കയുടെ കുട്ടികളോട് പോലും എനിക്ക് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാൻ എനിക്ക് എഫേർട്ട് എടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പം ഒരു പാരൻ്റ് എന്നുള്ള നിലയിൽ എത്രത്തോളം ഏജ് ഡിഫറൻസ് ഇവർ തമ്മിലുണ്ടാവും. അപ്പം ഞാൻ കാണാത്ത കുറേ കാര്യങ്ങൾ, ഞാൻ കേൾക്കാത്ത കുറേ കാര്യങ്ങൾ ഇവർ കേൾക്കുന്നുണ്ട്. അതൊരു റിയാലിറ്റിയാണ്. ചിലപ്പോൾ അവർ പറയുന്നതിലും ശരിയുണ്ടാകാം. അപ്പോൾ ആകെ നമുക്ക് അവിടെ ചെയ്യാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്കെല്ലാം അറിയാം, ഞാൻ ഈ പറഞ്ഞ പോലെ കല്ലും മുള്ളും ചവിട്ടിയതാണ്, ഞാൻ ഇതിനേക്കാൾ കൂടുതൽ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്ന്, ഈ എക്സ്പീരിയൻസ് എല്ലാം ആവശ്യമാണ്, അഡ്വൈസ് കൊടുക്കേണ്ടതാണ്. പക്ഷേ ചില സമയത്തെല്ലാം നമ്മൾ ഓപ്പണായി നിന്ന് കേട്ട് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോക്സിക് പാരൻറ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡൊമൈനാണ്. ഈ പറഞ്ഞതുപോലെ കുട്ടികളുടെ മെസ്സേജുകൾ വരുന്ന, കുട്ടികളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു ഡൊമൈനാണ് ടോക്സിക് പാരൻറ്റിങ് എന്നുള്ളത്. പാരൻസിൻ്റെ ടോക്സിസിറ്റി കാരണം മാത്രം ഇഷ്ടപ്പെട്ട കളി കളിക്കാൻ പറ്റാതെ, ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി ചെയ്യാൻ പറ്റാതെ, ഇഷ്ടപ്പെട്ട ഇടങ്ങളിലേക്കൊന്നും പോകാൻ പറ്റാതെ മിണ്ടാതായി പോയ കുട്ടികളുണ്ട്. അവർ ഇൻട്രോവേർട്ട് ആയതുകൊണ്ടൊന്നുമല്ല, അവരങ്ങനെ മാറിപ്പോയതാണ്. കാരണം അവരെ ഓപ്പണായിട്ട് ഇപ്പം സ്കൂളിൽ ചിലപ്പം പല ബുള്ളിങ്ങും പല കളിയാക്കലും നേരിടുന്ന കുട്ടികളായിരിക്കാം. അവർ ഓപ്പണായിട്ട് ചിലപ്പോൾ ഫ്രണ്ട് സർക്കിളുകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവരെ ഓപ്പണായിട്ട് നോൺ ജഡ്ജ്മെൻ്റലായിട്ട് കേൾക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്പേസ് എന്ന് പറഞ്ഞാൽ വീടാണ്. ആ വീടിനകത്തും എൻ്റെ കുട്ടി പോരാ, ഇവനെ ഭയങ്കര മോശമാണ്, ഇവനെ ഹോംവർക്കൊന്നും ചെയ്യുന്നില്ല, ഇവൻ്റെ മാർക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൂടി ഈ കുട്ടി ബ്ലെയിം ചെയ്യുകയാണ്. ഇവിടെ കൂടി കുട്ടി ഞാൻ ഒന്നിനും പോരാത്ത ഒരാളാണെന്നുള്ളത് വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുമ്പം അത് ആത്യന്തികമായിട്ട് കുട്ടികളെ സീരിയസ് ആയിട്ട് ബാധിക്കും. അപ്പോൾ പാരൻസുള്ള ആൾക്ക് പാരൻറ്റിങ് എന്താണെന്നുള്ളത് പഠിക്കുക എന്നുള്ളത് കൂടി ഒരു പാരൻ്റ് എന്നുള്ള ആൾക്കുള്ള ഉത്തരവാദിത്തമാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ജനറേഷനിലെ പാരൻ്റ് എന്തായിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതുകൂടി പാരൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. പലപ്പോഴും കുട്ടികളെ സീരിയസ് ആയിട്ട് ബാധിക്കുന്നത് ചിലപ്പം യോജിക്കാൻ പറ്റാത്തതായിരിക്കാം, പക്ഷേ യോജിക്കാൻ പറ്റുന്നതായിരിക്കാം. പലപ്പോഴും കുട്ടികളെ സീരിയസ് ആയിട്ട് ബാധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിനക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു തന്നു, ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്തു തന്നു എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കണം. കുട്ടികൾ ഇതിനെപ്പറ്റി ബോധവാന്മാരാവണം. പാരൻസ് എടുക്കുന്ന റിസ്കിനെ പറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിറ്റുവേഷനെ പറ്റി എല്ലാം കുട്ടികൾ ബോധവാന്മാരാവണം. പക്ഷേ അതേ സമയത്തും ഞാൻ ഇവിടുത്തെ സൗജന്യം പറ്റി നിൽക്കുന്ന, ഞാൻ ഇവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരാളാണെന്നുള്ളൊരു തോന്നൽ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇൻഫീരിയോറിറ്റിയാണെന്നേ. ആ ഇൻഫീരിയോറിറ്റി സീരിയസ് ആയിട്ട് വരെ ലൈഫിൽ ബാധിക്കും. ഒരാളോട് പോയി സംസാരിക്കാനുള്ള കോൺഫിഡൻസിനെ വരെ ഇത് സീരിയസ് ആയിട്ട് ബാധിക്കും. ഞാൻ ഈ പാരൻറ്റിംഗ് എന്നുള്ള ഡൊമൈനെ പറ്റി ഇത്ര കൂടുതൽ സംസാരിക്കുന്നത് ഇതെല്ലാം ഏതെങ്കിലുമൊക്കെ കുട്ടികൾ ഷെയർ ചെയ്ത എക്സ്പീരിയൻസിൻ്റെ പുറത്തുള്ളതായതുകൊണ്ടാണ്. ഈ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലേ. അവർക്ക് നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു സെൽഫ് റെസ്പെക്റ്റിനെ കുറിച്ചൊന്നും ചിന്തിക്കാത്ത രീതിയിലുള്ള കമൻസ് പലപ്പോഴും പാരൻസ് പാസ്സാക്കാറുണ്ട്. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ ഔട്ട് ഓഫ് ലവ്, ഔട്ട് ഓഫ് കൺസേൺ ഒക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷേ അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റിനെ കുറിച്ചിട്ട് അവരൊട്ടും അവെയർ അല്ല എന്നുള്ളതാണ്. സീരിയസ് ആയിട്ട് അവെയർ അല്ല. അപ്പോൾ അത് വീട്ടിൽ നിന്ന് പോലും അല്ല പലപ്പോഴും എന്നുള്ളതാണ്. ചിലപ്പോൾ പബ്ലിക് സ്പേസിലായിരിക്കാം, ചിലപ്പം അതായത് ഇപ്പം ഫാമിലി ഫംഗ്ഷനിൽ ഇപ്പോൾ ചിലപ്പോൾ തമാശക്ക് വേണ്ടിയിട്ട്, ചിലപ്പം നമ്മൾ 3 ആൾ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഒരു തമാശക്ക് വേണ്ടിയിട്ട് ഇതിലൂടെ പോകുന്ന കുട്ടിയായിരിക്കും നമ്മളെ തമാശയുടെ പാത്രമായി അല്ലെങ്കിൽ കഥാപാത്രമായിട്ട് മാറുന്നത്. ആ കുട്ടിയുടെ മെൻ്റൽ ഹെൽത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഡയലോഗ്, നമ്മുടെ ഈ കോമൻറ്റ്, നമ്മൾ തമാശക്ക് അവനോടുള്ള സ്നേഹത്തോടൊക്കെ നമ്മൾ പറയുന്നതാണെങ്കിലും ഇത് ആത്യന്തികമായിട്ട് ഓനിതെങ്ങനെ ബാധിക്കുന്നുള്ളതിനെ പറ്റി നമ്മൾ തീരെ കൺസേൺഡ് അല്ല എന്നുള്ളതാണ്. അത് ആ കൺസേൺ ആവശ്യമാണ്. ഞാൻ പറഞ്ഞ പോലെ അതൊരു ഉത്തരവാദിത്തമായിട്ട് പാരൻസ് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനിയുള്ള ജനറേഷൻ. അല്ല, അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്കുള്ളൊരു വലിയൊരു ഇൻഫ്ലുവൻസ് ആണെങ്കിൽ നമ്മളുടെ മേലൊരു അധികാരമുള്ളൊരു വിഭാഗമാണ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്.
അതും ഇപ്പോൾ പല രീതിയിൽ ക്രിറ്റിസൈസ് ചെയ്യപ്പെടുന്നുണ്ട് അവർ. അപ്പോൾ റീസെൻ്റ്ലി തന്നെ മറ്റൊരു വീഡിയോ, ഒരു കുട്ടിയുടെ വീഡിയോ എടുത്തതും ആ കുട്ടി അഗ്രസീവ് ആവുന്നതിൻ്റെ വീഡിയോ എടുത്തതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വലിയ ചർച്ചയുണ്ട്. അപ്പോൾ അങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത്, ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് വേറെ രീതിയിൽ അതിനെ അപ്രോച്ച് മാറ്റണമായിരുന്നു. ഇപ്പോൾ നേരത്തെ തന്നെ സ്റ്റാഫ് റൂമിലുള്ള പല ഡിസ്കഷനെ കുറിച്ചൊക്കെ പറഞ്ഞ പോലെ ടീച്ചേഴ്സിൻ്റെ ഈ പറഞ്ഞ പോലെ അങ്ങനെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് അവർക്ക് കുറച്ചും കൂടെയൊക്കെ ഒരു കരുതൽ വേണ്ട ഒരു ഏരിയയാണ്. അവർക്ക് കുറച്ചും കൂടെ എന്താ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ളൊരു ഇതിലുള്ളൊരു സ്കോപ്പുള്ള ആളുകളാണ് അവരത് മനസ്സിലാക്കുന്നുണ്ടോ? അവർ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പോലും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡൊമൈനാണ്. അപ്പം നമുക്ക് തന്നെ എടുത്താൽ മനസ്സിലാവും. ഇപ്പോൾ ഒരു 4-5 വയസ്സുള്ള കുട്ടി, ഒരു LKG to ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും അല്ലെങ്കിൽ അവളുടെ ഏറ്റവും വലിയ ഹീറോ എന്ന് പറയുന്ന ഒരു പക്ഷേ പാരൻസ് ഒന്നും ആയിരിക്കൊള്ളുന്നില്ല. അവർ പറയുന്ന അവർ ശരി മാത്രം പറയുന്ന ഒരു പോയിൻ്റായിട്ട് പലപ്പോഴും കാണുന്ന ആരായിരിക്കും? അവരുടെ ക്ലാസ് ടീച്ചറായിരിക്കും. ടീച്ചർ പറഞ്ഞതാണ്, അതുകൊണ്ട് നിങ്ങൾ ടീച്ചർ പറഞ്ഞതാണ് ശരി എന്ന് പറയുന്ന ഒരു പ്രായമാണത്. അപ്പം ആ പ്രായത്തിൽ കൊടുക്കേണ്ടുന്ന എല്ലാ ടീച്ചേഴ്സും കൊടുക്കുന്നുണ്ടോ എന്നുള്ളതൊരു വലിയ ക്വസ്റ്റ്യനാണ്. അപ്പം അത് ആ ഒരു പ്രൈമറി തലം മുതൽ തുടങ്ങിയിട്ട് നമ്മുടെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലം വരെ കോളേജിലെത്തുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റിയ ടീച്ചേഴ്സ് ഉണ്ടായിട്ടുള്ളത്, അതിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ടീച്ചേഴ്സ് ഉണ്ടായിട്ടുള്ളത് എൻ്റെ കോളേജിലാണ്. കോളേജിലെ ടീച്ചേഴ്സ്, ഞാൻ ഫറൂഖ് കോളേജിൽ അതിലെനിക്ക് ഭയങ്കര ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് ഞാൻ അവരോട്. അവരെ ഭയങ്കര നമ്മുടെ തോളിൽ കയറ്റി നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാ ടീച്ചേഴ്സും. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഡിഗ്രി തലം വരെ ടീച്ചേഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയെ മനസ്സിലാക്കിയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. ഇവിടെയും ഒരു പ്രജഡൈസ് ഉണ്ട്. ഞാൻ എല്ലാം അറിയുന്ന, ഞാൻ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണ് എന്നുള്ളൊരു തോന്നലുണ്ട്. ഞാൻ പറയുന്നത് എക്സ്പീരിയൻസ് എല്ലാം ആവശ്യമാണ്. എക്സ്പീരിയൻസ് എല്ലാം കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ ആവശ്യമാകുന്ന, അഡ്വൈസ് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാമാണ്. പക്ഷേ അപ്പോഴും ഒരാൾ പറയുന്നത് കേൾക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളുടെ കൊളീഗ് അല്ലെങ്കിൽ നിങ്ങളുടെ അതേ ലെവലിൽ നിൽക്കുന്ന ആളായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളെക്കാൾ എത്രയോ ജൂനിയർ ആയിട്ടുള്ള ആളായിരിക്കാം. അപ്പോഴും അയാൾ പറയുന്ന കാര്യങ്ങളിലും കേൾക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. ഇവിടെ പലപ്പോഴും സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ നാട്ടിലൊക്കെ സ്കൂളുകളിൽ ഇപ്പോഴും കോമൺ ആയിട്ട് നടക്കുന്ന കാര്യം ടീച്ചേഴ്സ് കൗൺസിലർമാരാകുക എന്നുള്ളതാണ്. സൈക്കോളജി ഒരു വേറെ ഡൊമൈനാണ്. സൈക്കോളജിയിൽ ഇപ്പോൾ ഈവൻ ഡിഗ്രി കഴിഞ്ഞാൽ ഞാൻ പോലും കൗൺസിലിങ്ങോ തെറാപ്പിയോ കൊടുക്കാൻ ക്വാളിഫൈഡ് അല്ല. അതിന് PG എടുത്താലേ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആവാൻ പറ്റുള്ളൂ. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവണമെങ്കിൽ ഇനി മുമ്പോട്ട് പോകണം. അതൊരു പ്രൊഫഷനാണ്. നിങ്ങൾ ടീച്ചേഴ്സ് കയറിയിട്ട് എന്ത് ചെയ്യരുത്, എപ്പോഴും ആ പണി എടുക്കരുത്. അതെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഒരാളുടെ മെൻ്റൽ ഹെൽത്തിനെ എങ്ങനെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങൾ ബാധിക്കാൻ പോകുന്നതിനെ പറ്റി എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം ടീച്ചേഴ്സിന് ബോധം ഉണ്ടാവില്ല. ഇതും ഞാൻ പറയുന്നത് നേരിട്ട് കേട്ട എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പം ലവ് അഫെയറുകൾ ഉണ്ടാകും, ഹൈസ്കൂളിലൊക്കെ കോമൺ ആയിട്ട് ഉണ്ടാവുന്നതാണ് ലവ് അഫെയറുകൾ. അപ്പോൾ ഈ കുട്ടിക്ക് കയറിയിട്ട് ഈ ടീച്ചേഴ്സിൽ പലരും ക്ലാസ് എടുത്തു കൊടുക്കും. പലപ്പോഴും ഈ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് വീണ്ടും ഇൻഫീരിയോറിറ്റി ഇട്ട് കൊടുക്കുന്ന, താനൊരു മോശക്കാരനാണെന്ന് പറയുന്ന തരത്തിലുള്ളതായിരിക്കും. ഇത് ഈ കുട്ടിയെ ലൈഫ് ലോങ് ഹോണ്ട് ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ്. അപ്പം ആ റിയാലിറ്റിയെ പറ്റിയിട്ട് ടീച്ചേഴ്സ് ബോധവാന്മാരാണോ? അങ്ങനെയുള്ള ടീച്ചേഴ്സുണ്ട്. കുട്ടികൾക്ക് വേണ്ടി വലിയ എഫേർട്ട് എടുക്കുന്ന, വലിയ ബുദ്ധിമുട്ടെടുക്കുന്ന ഒരുപാട് ടീച്ചേഴ്സുണ്ട്. അറ്റ് ദ സെയിം ടൈം കുട്ടികൾക്ക് ട്രോമ കൊടുക്കുന്നതിലും ടീച്ചേഴ്സ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്ക് വലിയ റോളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഈവൻ പേരൻസ് ആണെങ്കിലും ഈവൻ ടീച്ചേഴ്സ് ആണെങ്കിലും ആരും ഒരു അൺക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള ഒരു അതോറിറ്റി ആയിട്ട് ഉണ്ടാവരുതെന്നുള്ളതാണ്. ഇവരെല്ലാം റിസ്ക് എടുക്കുന്നുണ്ട്, പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അപ്പോഴും ക്വസ്റ്റ്യനബിൾ ആവണം, അവരെല്ലാവരും കറക്റ്റ് ചെയ്യാൻ തയ്യാറാവണം എന്നുള്ളത്. ബ്യൂട്ടിഫുൾ. എന്തായാലും മറ്റൊരു കാര്യം കൂടെ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചോദിക്കാനുള്ളത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മളെപ്പോഴും ഇത്തരം വിഷയങ്ങളൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു ലഹരി സ്പോർട്സിലേക്ക് മാറ്റണം, അതിലേക്ക് ഉപയോഗപ്പെടുത്തണം എന്നൊക്കെ പൊതുവെ പറയാറുണ്ട്. അതേസമയത്ത് തന്നെ ഇപ്പോൾ നമ്മളൊക്കെ പറയുന്നത്, ഇപ്പോൾ ഞാനൊരു 90 കിഡാണ്. അപ്പോൾ നമ്മുടെയൊക്കെ സമയത്ത് സാഹചര്യം വ്യത്യാസമുണ്ട് ഡെഫിനറ്റ്ലി. എന്താ പറയുക, രാവിലെ കളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെയാണ് വീട്ടിലെത്തുക, വെയിലും ഇതൊക്കെ കൊണ്ട്. അപ്പോൾ നമുക്ക് ഒരാൾക്ക് ഓരോ പ്രാന്തുണ്ട്, ക്രിക്കറ്റിനോടാണെങ്കിലും ഫുട്ബോളിനോടാണെങ്കിലൊക്കെ. അത്തരം പ്രാന്തുകൾ പുതിയ കുട്ടികൾക്കില്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു സാഹചര്യം എന്താ, അതിൻ്റെ ഒരു എത്രത്തോളം സത്യസന്ധമാണത്? അതിൻ്റെ സാഹചര്യം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചുറ്റുപാടുകളാണ് നമ്മളെ ഷേപ്പ് ചെയ്യുന്നത്. ചുറ്റുപാടുകളിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അവിടെ ഇപ്പം സ്പോർട്സ് എന്നുള്ളത് മാത്രമല്ല, ആർട്സ് ആണെന്നുണ്ടെങ്കിലും ലിറ്ററേച്ചർ ആണെന്നെങ്കിലും ഒരുപാട് മേഖലയിൽ കഴിവുള്ള കുട്ടികളുണ്ട്. പക്ഷേ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ഭയങ്കരമായിട്ട് മാർക്ക് ഓറിയൻറ്റഡ് ആയി പോയി എന്നുള്ളതാണ്. ഇവിടെ കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ള ഒരു റിയാലിറ്റിയാണ്. പക്ഷെ അപ്പോഴും ഞാൻ ഇപ്പം 5ാം ക്ലാസ്സും 6ാം ക്ലാസ് മുതൽ കുട്ടിക്ക് ട്യൂഷൻ കൊടുത്തു തുടങ്ങുകയാണ്. 8ാം ക്ലാസ്സുള്ള കുട്ടിക്ക് പിന്നെ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് 10ാം ക്ലാസ്സിലെ ഫുൾ A+ ആണ്. +1 ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ +2 ഫുൾ A+ ആണ്. പ്രഷറാണ്, പിന്നെ ഹോംവർക്കാണ്. ഇതൊന്നും വേണ്ടെന്നല്ല. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ അതെല്ലാം പണ്ടത്തെ കാലത്തുണ്ടായിരുന്നില്ല, പണ്ടത്തെ കാലത്തുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ
പ്രഷർ കൊടുക്കുന്ന രീതി മാറി. കുട്ടികളുടെ തലയിലേക്ക് അക്കാഡമിക്സിൻ്റെ പ്രഷർ കൂടുതലായിട്ട് വരാൻ തുടങ്ങി. വന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ മുമ്പിലേക്ക് പിന്നെ അവർക്കൊരു സ്ട്രെസ് റിലീഫ് എന്ന് പറഞ്ഞിട്ട് അവരുടെ മുമ്പിലേക്കുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും മാത്രമായി. സ്വാഭാവികമായിട്ടും അതിലേക്ക് ഡിപ്പെൻഡ് ആയി എന്നുള്ളതാണ്. അതേസമയം നമ്മുടെ കളിക്കളങ്ങൾ എത്ര പെട്ടെന്നാണ്, ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ തന്നെ ചുറ്റുമുള്ള ഒരുപാട് കളിക്കളങ്ങൾ എല്ലാവർക്കും റിലേറ്റബിൾ ആയിരിക്കും. അത് പെട്ടെന്ന് മാഞ്ഞു പോയി. അവിടെ വീടുകൾ വന്നി, അവിടെ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി, ബാക്കി കാര്യങ്ങളുണ്ടായി. ഇപ്പം എൻ്റെ വീടിൻ്റെ മുമ്പിൽ തന്നെ നല്ല സ്ഥിരമായിട്ട് ക്രിക്കറ്റ് നടന്നുകൊണ്ടിരുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ വീടുകൾ വന്നാൽ തുടങ്ങി. ഇപ്പം എല്ലാ നാട്ടിലും അത് വളരെ നോർമലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് ഗ്രൗണ്ടുകളില്ല, നമുക്ക് കുട്ടികളുടെ ഈ സ്കില്ലുകളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സൗകര്യങ്ങൾ, അല്ലെങ്കിൽ സൗകര്യങ്ങൾ എന്നുള്ളതിലപ്പുറം നമ്മൾ അതിനായിട്ട് എടുക്കുന്ന എഫേർട്ടുകൾ വളരെ കുറവാണ്. പേരൻസ് പലരും എടുക്കുന്നുണ്ട്. പക്ഷേ ആസ് എ സിസ്റ്റം, കാരണം ഈ ഗ്രൗണ്ടുകളാണെങ്കിലും ബാക്കിയുള്ളതാണെങ്കിലും അതൊരു സിസ്റ്റം കൊണ്ടുവരേണ്ടുന്ന മാറ്റമാണ്. അതിനുള്ള എഫേർട്ടുകൾ പലപ്പോഴും കുറവാണ് എന്നുള്ളതാണ്. പലപ്പോഴും വലിയ പ്രസംഗങ്ങൾ കേൾക്കും എല്ലാവരും, നമുക്ക് ഗ്രൗണ്ട് വേണം, അത് വേണം എന്നൊക്കെ പലരും പ്രസംഗം. പക്ഷേ അതും ഈ പറഞ്ഞ പോലെ ഷോർട്ട് ടേമിൽ ആ ഒരു ഡിസ്കഷനിൽ കഴിഞ്ഞു പോകാന്നല്ലാതെ അതിനൊരു മെഷർ എടുക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു പോളിസി കൊണ്ടുവരാൻ എത്രത്തോളം നമ്മൾ തയ്യാറാവുന്നുണ്ടെന്നുള്ളതാണ്. ഞാനത് ഗ്രൗണ്ടിൽ മാത്രമല്ല, അപ്പം വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, എൻ്റെ നാട്ടിൽ എനിക്ക് ചൂണ്ടിലാണ്, ഫിഷിങ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ. പക്ഷേ എൻ്റെ നാട്ടിൽ സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് അതിന് പോകാൻ മടിയാണ്. കാരണം ഈ പുഴവക്ക് എന്ന് പറയുന്ന സ്ഥലമൊക്കെ നല്ല വൃത്തിക്ക് കെട്ടിയിട്ടുണ്ടാകും. പക്ഷേ പിന്നെ അവിടെ ഒരു കുട്ടിക്ക് വൈകുന്നേരം വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും ബാക്കി കാര്യങ്ങൾക്കും പകരം ഏതെങ്കിലുമൊക്കെ വെള്ളം വന്നാൽ അവിടെ മണ്ണ് കയറും. പിന്നെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ചാവ് അടിക്കുന്നവരുടെ, സിഗരറ്റ് അടിക്കുന്നവരുടെ ഏരിയയാണ്. അവിടെ ഒറ്റയ്ക്ക് പോകുന്ന എല്ലാവരും കഞ്ചാവോ സിഗരറ്റോ ആയിട്ടുള്ള ആൾക്കാരാണെന്നുള്ളൊരു അങ്ങനെ ഒരു സാധനം വരും. പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും അവിടെ വിളിച്ചല്ല ബാക്കി കാര്യങ്ങളില്ല പോകാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു, നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ കൊണ്ടുവരും. ഞാൻ പറയുന്നത് ഇവിടെയുള്ള സീനിയർ ആയിട്ടുള്ള ജനറേഷനുണ്ട്, നിങ്ങളതെല്ലാം കൊണ്ടുവരും. നിങ്ങൾ ഞങ്ങളുടെ പഴയ ഗ്രൗണ്ടുകൾ കൊണ്ടുവരും, നിങ്ങൾ പഴയ പുഴമാടുകൾ കൊണ്ടുവരും, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവരും. എന്നിട്ട് ഒരു ജനറേഷൻ വീണ്ടും മൊബൈൽ ഫോണിലും ഈ പറയുന്ന വയലൻസിലും എല്ലാം ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ബ്ലെയിം ചെയ്തോ. ഇതൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് സ്വാഭാവികമായിട്ടും കുട്ടികൾ ഇതിലേക്ക് ഡിപ്പെൻഡ്. നമ്മളിതൊക്കെ ഫ്രീ ആയിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഫ്രീ ഗ്രൗണ്ടുകളില്ല, ഇപ്പോൾ ടർഫാണുള്ളത്. 100 രൂപ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും സൗകര്യങ്ങൾ ഇല്ലാതാകുന്ന സമയത്ത് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന എന്താണ്? മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോണിലേക്ക് ഡിപ്പെൻഡ് ആവും. ഞാൻ പറഞ്ഞത് അല്ലാന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളും എല്ലാം നിങ്ങൾ ചെറിയ രീതിയിലെങ്കിലും കൊണ്ടുവരും. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ തിരിച്ചു വരുന്നത് കാണാൻ പറ്റും. അത് കൊണ്ടുവന്നതിൻ്റെ എക്സാമ്പിൾസ് ഇപ്പോൾ ഇപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ എഫേർട്ട് എടുത്ത് ചില ഗ്രൗണ്ടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഫുൾ ടൈം ഗ്രൗണ്ട് ഫില്ലാണല്ലോ. പുതിയ ജനറേഷനിലുള്ള കുട്ടികളല്ലേ. അപ്പോൾ കുട്ടികൾ തയ്യാറാണ്, കുട്ടികളവിടെ ഉണ്ട്, സാഹചര്യങ്ങളില്ല. അതെ, കുട്ടികളെ പുറത്തെത്തിക്കാനുള്ള മെഷേഴ്സ് എടുത്താൽ മതി. ബ്യൂട്ടിഫുൾ. എന്തായാലും വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറഞ്ഞില്ല, ഈ ഒരു സീസണിൽ ഇപ്പം എന്താ പറയുക, പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് കോളേജുകളിലേക്കൊക്കെ, ഏത് കോളേജിൽ പോകണം, +2 ഒക്കെ കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്നൊക്കെ അത് എല്ലാ കാലത്തും കൺഫ്യൂഷനാണ്. ഇപ്പോൾ എനിക്കൊന്ന് കുനുമേൽ കുരു എന്നൊക്കെ പറഞ്ഞ പോലെ ആ കോളേജ് പ്രശ്നമുള്ള കോളേജാണ്, അവിടെ ചേർക്കണം, ആ ഏരിയയിലത്തെ കുട്ടികൾ മോശമാണ്, അവിടെ ചേർക്കണം, അങ്ങനെയൊക്കെയുള്ള ചർച്ചകളും പാരൻസിൻ്റെ ഭാഗത്തുനിന്നും വന്നു തുടങ്ങി. അപ്പോൾ ആ ഒരു പ്രഷറിനെ കുറിച്ചൊക്കെയുള്ള എൻക്വയറീസ് ഒക്കെ വരുന്നുണ്ടോ ഇൻസ്റ്റഗ്രാമിലൊക്കെ? എന്താണ് അങ്ങനെ പൊതുവിൽ നാട്ടിലെ സാഹചര്യം എന്താ? ഇപ്പം ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനം അതാണ്. അതായത് 10ാം ക്ലാസ് കഴിഞ്ഞു, ഇപ്പോൾ നിങ്ങൾ സൈക്കോളജി അല്ലേ, സൈക്കോളജിസ്റ്റ് ആവാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ +2 കഴിഞ്ഞു, ഈ കോഴ്സ് എടുക്കാൻ എന്ത് ചെയ്യണം. അപ്പോൾ ഞാനായിട്ടൊരു ബന്ധമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു പൈലറ്റ് ആവാൻ എന്ത് ചെയ്യണം, എനിക്ക് DM-ൽ ഒന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്ത് പൈലറ്റ്? അപ്പോൾ സംഭവമായിട്ട് ഇത് ഞാനിവിടെ മനസ്സിലാക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആണ്. ഇവിടെ ഭയങ്കര ഒരുപാട് ഓപ്ഷൻസ് മുന്നിലുണ്ട്. ഓപ്ഷൻസ് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. അതോടൊപ്പം കുറേ എഡ്യൂക്കേഷണൽ എന്താ പറയുക, ഇപ്പോൾ ഈ മറ്റേ കോച്ചിങ് കൊടുക്കുന്നു, ഈ കോച്ചിങ് കൊടുക്കുന്നു എന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. അപ്പം ഇതെടുത്താലാണ് നല്ലത്, മറ്റേതെടുത്താൽ മോശമാണെന്ന് പറഞ്ഞിട്ട് അതുണ്ട്. സ്റ്റഡി അബ്രോഡിൻ്റെ പരിപാടികൾ ഒരു സൈഡിലൂടെ നടക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടി വരുമ്പോൾ ഒരു കുട്ടി ഇതിൻ്റെ നടുവിൽ കിടന്നിട്ട് കൺഫ്യൂസ്ഡ് ആവുകയാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അത് നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുള്ളൊരു വിഷയമാണ്. അതായത് ഇത് ഫിഗർ ഔട്ട് ചെയ്യാൻ നമ്മുടെ മുമ്പിൽ എന്തില്ലായിരുന്നു? ഒരു ഹൈസ്കൂൾ തലത്തിലോ അല്ലെങ്കിൽ +1 പഠിക്കുമ്പോഴോ ബാക്കിയുള്ള സമയത്തോ നമ്മൾ ഇതിനെ പറ്റിയിട്ടൊരു പ്ലാൻ കൊടുക്കുന്നില്ല. ഇത് ഇപ്പോഴാണ് ഓക്കെ, ഇപ്പം തീരുമാനിക്കണം, സയൻസ് എടുക്കണം, ഹ്യൂമാനിറ്റീസ് എടുക്കണം, ബാക്കി എടുക്കണം എന്നുള്ളതാണ്. ആ ഒരു സ്ട്രെസ്സാണ്. ഇപ്പം ഞാൻ അതിൽ എപ്പോഴും ഖലീൽ ജിബ്രാൻ്റെ മറ്റേ പ്രവാചകൻ എന്ന് പറഞ്ഞതിൽ പറയുന്നിട്ടില്ല. അതായത് നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഈ വാഗ്യൂ NA+, അതെല്ലാം ഒരു എൻഡല്ല, ബട്ട് ദാറ്റ്സ് എ ബിഗിനിങ് ഓഫ് എവറിത്തിങ് എന്ന് പറയാമല്ലോ. അതുപോലെയാണ്. അപ്പോൾ ഇതെല്ലാം കഴിയും, ഈ പറയുന്ന ബ്ലറി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറും, നിങ്ങളുടെ മുമ്പിൽ ഒരു ക്ലാരിറ്റി വരും. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ? ദാറ്റ്സ് എനഫ്. ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഡേഞ്ചർ. ചിന്തിക്കുന്നുണ്ട്, ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. പക്ഷേ ആ ടെൻഷനും അതൊരു ലിമിറ്റ് വിട്ട് പോവാതിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ മനസ്സിലാക്കുന്നത് പാരൻസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അതിന് എഫേർട്ട് എടുക്കേണ്ടത്. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞ് +2 സയൻസ് എടുത്താലും കൊമേഴ്സ് എടുത്താലും ഹ്യൂമാനിറ്റീസ് എടുത്താലും നിങ്ങളുടെ ജീവിതം അവിടെ തീരാൻ പോകുന്നില്ല. 10ാം ക്ലാസ്സിൽ ഇപ്പം ഇനിയിപ്പോൾ റിസൾട്ട് വരാൻ പോവാണ്, +2ൻ്റെയും 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വരാൻ പോവാണ്. അവർ കുറേ പ്രതീക്ഷ റിസൾട്ടാണ്. ഇതിൽ 1-2 A+ കുറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ലൈഫിന് അത് സീരിയസ് ആയിട്ട് ബാധിക്കാനൊന്നും ആവശ്യമുള്ളതാണെന്നൊക്കെ പറയുമ്പോഴും അത് നിങ്ങളുടെ ലൈഫിന് ഇല്ലാതാക്കുന്നതൊന്നുമല്ല
എന്നുള്ള കാര്യത്തെപ്പറ്റി കൃത്യമായിട്ടുള്ള, അല്ലെങ്കിൽ നല്ല കോളേജ് കിട്ടിയിട്ടില്ല, നല്ല കോളേജ് എന്ന് പറയപ്പെടുന്ന കോളേജുകൾ കിട്ടിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് നിങ്ങളത് ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഇപ്പോൾ ഈ മൊമെൻറ്റിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ റിസർച്ച് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡൊമൈൻ ഈ കുട്ടികളുടെ സൂയിസൈഡാണ്. പലപ്പോഴും സൂയിസൈഡിൻ്റെ കാരണങ്ങൾ അല്ലെങ്കിൽ സൂയിസൈഡുകൾ നമ്മൾ കേൾക്കാനുള്ള ഒരു സമയമാണ് 10ാം ക്ലാസ്സിൻ്റെയും +2ൻ്റെയും റിസൾട്ട് വരുന്ന സമയത്ത്. ഇത്തവണയെങ്കിലും അത് കുറക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രഷർ കുട്ടികളെ കൊടുക്കാതിരിക്കുക എന്നുള്ളത്, ആ ഒരു മാർക്കിനപ്പുറം ആ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത്തവണയും അത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കേണ്ടി വരുന്നുള്ളതിൽ ഒരു സംശയമില്ല. അതിന് നമ്മൾ ഇപ്പം തന്നെ അതിനുള്ള മെഷേഴ്സ് എടുത്തേ പറ്റുള്ളൂ. ബ്യൂട്ടിഫുൾ. ഇപ്പോൾ സ്റ്റഡി അബ്രോഡിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അവരും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ സ്ട്രെങ്ത്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ യുവാക്കൾ എന്ന് പറയുന്നത്, നമ്മുടെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. അവരെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ചർച്ചയും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എല്ലാവർക്കും പുറത്ത് പോകണമെന്നാണ്. എന്താണ് ആ ഒരു ട്രെൻഡിന് പിന്നിൽ? ഞാനതിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പുറത്ത് പോകുന്നതിൽ അപ്പുറം ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ PR-ന് വേണ്ടിയിട്ടാണ് പുറത്ത് പോകുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇവിടേക്ക് UAE-ലേക്കൊക്കെ വന്നിരുന്ന ആളുകൾ ഇപ്പം കുറേ കൂടെ മാറിയെങ്കിൽ പോലും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-15 കൊല്ലം കൂടെ, അല്ലെങ്കിൽ ഒരു 2 കൊല്ലം എന്ന് പറഞ്ഞിട്ട് വരും, പിന്നെ അത് സ്വാഭാവികമായിട്ട് നീണ്ടുപോകും. അതിന് വീട്ടിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളൊരു ഇൻറ്റൻഷനായിരുന്നു. ഇപ്പം അത് മാറി. ഇപ്പം അത് ഏറ്റവും പെട്ടെന്ന് PR കിട്ടുന്ന അല്ലെങ്കിൽ രാജ്യങ്ങൾ നോക്കിയിട്ടാണ് പോകുന്നത്. അതിൽ ഏറ്റവും വലിയ കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്റ്റേഴ്സിന് ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളത് പോലും അല്ല കൺസേൺ. ഏറ്റവും പെട്ടെന്ന് PR കിട്ടുന്ന രാജ്യം എടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ആൾക്കാരുടെ പാഷൻ എവിടെയാണ്, ആൾക്കാരുടെ ഇഷ്ടങ്ങൾ എവിടെയാണ്, ആൾക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക എക്സൽ ചെയ്യാൻ പറ്റുന്ന ഫീൽഡ് ഏതാണെന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും എന്താ പറയുക ചിന്തകൾ നടക്കുന്നില്ല. അതും ഞാൻ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക ഒരു ടെൻഷനാണ് ഇതൊക്കെ ബിൽഡപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കുക, അതായത് നമ്മുടെ നാട്ടിൽ ഉള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ UG-യും PG-യും കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈവൻ PhD-യും കഴിഞ്ഞിട്ട് അയാളുടെ മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റീസും ബാക്കി കാര്യങ്ങളും എല്ലാം കുറവാണ്. നമ്മൾ വേറെ കുറേ, ഇപ്പം ഈവൻ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിലും ഭരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും വേറെ കുറേ കാര്യങ്ങളിൽ ബിസിയാണ്. അപ്പം ഇവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സ് അതാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതിനെ പറ്റി അവരാരും ബോധേഡല്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇവർ ഹെൽപ്ലെസ് ആണ്. ഇപ്പം ഞാൻ ഇപ്പോൾ UG കഴിഞ്ഞു, ഇപ്പം PG വരെ നാട്ടിൽ എങ്ങനെയെങ്കിലുമൊക്കെ നാട്ടിൽ നമുക്ക് വീട്ടുകാരൊക്കെ കൺവിൻസ് ചെയ്ത് നമുക്ക് നിർത്താം. അപ്പോൾ കഴിഞ്ഞിട്ട് PG കഴിഞ്ഞാലോ എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ മുമ്പിലുണ്ട്. PG കഴിഞ്ഞ ആൾക്കാർ എന്ത് ചെയ്യുന്നു എന്നുള്ളതുണ്ട്. അപ്പം നാട്ടിൽ അതിനുള്ള ഒപ്പം അതുകൊണ്ടാണ് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയിട്ട് പലരും നാട്ടിൽ നിൽക്കുന്നുണ്ട് അവരുടെ സ്വന്തം ഐഡിയകളിൽ. അപ്പം അതെന്ന് വെച്ചാൽ അതിനുള്ളൊരു എഫേർട്സ് സിസ്റ്റത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരാളുടെ കരിയറിനെ പറ്റി ഇവിടുത്തെ ഇതിലൊക്കെ നമ്മളിപ്പോൾ ലാസ്റ്റ് സംസാരിച്ച 3 വിഷയങ്ങളിലെയും ഒരു മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് ആളുടെ കരിയർ എന്താവണം, പാഷൻ എന്താവണമെന്ന് പറ്റിയിട്ട് ഒരു ക്ലാരിറ്റി ഇല്ലായ്കയല്ലേ. കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മാസ്റ്റേഴ്സ് എടുത്ത് നല്ല ഏതെങ്കിലും ഒരു കൺട്രിയിലേക്കല്ലല്ലോ പോവുക. എനിക്ക് വേണ്ട മാസ്റ്റേഴ്സ് ഏറ്റവും നല്ലത് കിട്ടുന്ന കൺട്രിയിലേക്കല്ലേ പോവാം. ബ്യൂട്ടിഫുൾ. എന്തായാലും ഭയങ്കര ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ ആയിരുന്നു. ഇപ്പോൾ എന്താ പറയുക, ജെൻ ആൽഫ അല്ലെങ്കിൽ ജെൻസി എന്ന് പറയുന്നൊരു കാറ്റഗറിയെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ പല ആളുകൾക്കുള്ളൊരു സമയം കൂടിയാണ്. അപ്പോൾ അത് കുറച്ചും കൂടെയൊക്കെ അവരുടെ ഷൂവിൽ നിന്ന് എങ്ങനെ ചിന്തിക്കണം എന്ന് മനസ്സിലാക്കാൻ പറ്റി. താങ്ക് യു സോ മച്ച് അസീൽ സംസാരിക്കാൻ. താങ്ക് യു സോ മച്ച്.